നമ്മളൊരു 25 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി, 25 ക്വസ്റ്റ്യനേ ഉള്ളൂ. 25 ഫിസിക്സ് ആൻഡ് കെമിസ്ട്രി ചോദ്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്. നല്ല പോലെ പെർഫോം ചെയ്യുക. ഒരു 20 എണ്ണമെങ്കിലും ശരിയാക്കാൻ ശ്രമിക്കുക. ഓക്കെ, 20 എണ്ണമെങ്കിലും അടിച്ചിടണം. ഓക്കെ അല്ലേ? ഓക്കെ, എക്സ്ട്രാ പറയുന്ന പോയിന്റുകളൊക്കെ അറിഞ്ഞു തുടങ്ങി ഒന്ന് നോട്ട് ചെയ്തുകൊണ്ട് വെക്കണം. ഓക്കെ, ആരംഭിച്ചാട്ടെ. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റം എന്നതാണ് ചോദ്യം. മൊബൈല് ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റം. അവിടെ വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വൈദ്യുതോർജ്ജം എന്തായി മാറുന്നുണ്ട്? വൈദ്യുതോർജ്ജം രാസോർജ്ജമായി മാറുന്നുണ്ട് അല്ലേ? വൈദ്യുതോർജ്ജം രാസോർജ്ജമായിട്ടാണ് മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇനി നിങ്ങൾ വേറൊരു കാര്യം ചോദിക്കുകയാണെന്ന് വെച്ചോ, അതായത് ബാറ്ററിയിലെ ഊർജ്ജ മാറ്റം ചോദിക്കുകയെന്ന് വെച്ചോ. ബാറ്ററി, നമ്മൾ ഉപയോഗിക്കുന്ന ബാറ്ററി ഉണ്ടല്ലോ, ബാറ്ററി, ബാറ്ററിയിലെ ഊർജ്ജ മാറ്റം എന്താണ്? ഈ മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ അതിൽ നിങ്ങൾ ലോജിക്ക് ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മളിപ്പം നമ്മൾ ഈ ബാറ്ററി, നമ്മുടെ മൊബൈൽ ഫോണിലുള്ള ബാറ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? ഈ കെമിക്കൽസ് ആണ്, ലിഥിയം അയൺ ബാറ്ററി ഒക്കെയാണ് ഉള്ളത് അല്ലേ? ഓക്കെ, നമ്മൾ ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത്, മൊബൈൽ ചാർജ് ചെയ്യുന്ന സമയത്ത് ഇത് കെമിക്കൽ എനർജി ആയിട്ടാണ് ഈ ബാറ്ററിയിൽ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്തിരിക്കുന്നത് അല്ലേ? ഓക്കെ, ക്ലിയർ ആണ്. അപ്പൊ അത് ഓർത്ത് വെച്ചാൽ മതി. ഇനി ഒരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് എനർജി ലഭിക്കുന്നത്? ബാറ്ററിയിൽ സംഭവിക്കുന്നത് എന്താണ്ടാ? അപ്പോൾ കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ് അല്ലേ? കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജിയാണ്. പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായ? ബാറ്ററിയിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് രാസോർജം വൈദ്യുതോർജ്ജമായി മാറും. രാസോർജം വൈദ്യുതോർജ്ജമായി മാറും. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാൻ കൊള്ളാം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. രണ്ടാമത്തെ പിള്ളേരെ ഡൈനാമോ എന്ന് പറഞ്ഞേ. ഡൈനാമോ എന്ന് പറഞ്ഞേ. ഡൈനാമോയിൽ എന്താ സംഭവിക്കുന്നത്? ഡൈനാമോ, നമ്മൾ ഈ സൈക്കിൾ, പണ്ടത്തെ സൈക്കിളിന്റെ ടയറിലൊക്കെ നമ്മൾ ഡൈനാമോ കണക്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്നൊക്കെ ഈ കറണ്ട് ഉണ്ടാക്കി നമ്മൾ മറ്റേ ലൈറ്റ് ഒക്കെ പ്രകാശിപ്പിക്കുമായിരുന്നു. ഓക്കെ, നിങ്ങളെ പോലത്തെ 90 കിഡ്സിന് അറിയാൻ ചാൻസ് ഇല്ല. നമ്മളെ പോലത്തെ 80 കിഡ്സ്, നിങ്ങൾ 90 കിഡ്സ് അല്ല, 20 കിഡ്സിന് അറിയാൻ ചാൻസ് ഇല്ല. നമ്മളെ പോലെ ആൾക്കാർക്ക് അറിയാം എന്തോ സംഭവിക്കുന്നേ. അപ്പോഴത്തെ ഡൈനാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെക്കാനിക്കൽ എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറുന്ന ഒരു ഉപകരണമാണ് എന്ത്? ഡൈനാമോ. ഓക്കെ, അടുത്ത മൂന്നാമത്തത് വൈദ്യുത ജനറേറ്ററിൽ എന്താ സംഭവിക്കുന്നത്? ജനറേറ്റർ, നമ്മൾ ഈ കറണ്ട് പോകുമ്പോഴൊക്കെ നമ്മൾ ജനറേറ്റർ യൂസ് ചെയ്യാറുണ്ട് അല്ലേ? ജനറേറ്ററിലും മെക്കാനിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, ആണ് ജനറേറ്ററിലും സംഭവിക്കുന്നത്. ഓക്കെ, അടുത്ത് നാലാമതായി ഫാനിൽ എന്താ സംഭവിക്കുന്നത്? ഫാനിൽ എന്താ സംഭവിക്കുന്നത് പിള്ളേരെ? ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി, അതായത് നമ്മൾ വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് അത് എന്തായി മാറും? അത് വൈദ്യുതി കൊടുക്കുന്ന സമയത്ത് അത് ആ യന്ത്രം പ്രവർത്തിക്കുക. അതാണ് ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി കേട്ടോ. അപ്പൊ ഫാനിൽ സംഭവിക്കുന്ന ഊർജ്ജമാറ്റം ചോദിക്കുകയാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി ആണ്. ഓക്കെ, കൊള്ളാം. അടുത്ത അഞ്ചാമതായിട്ട് നിങ്ങൾ ഇസ്തിരിപ്പെട്ടി പറയണം, അയൺ ബോക്സ് പറയണം. അയൺ ബോക്സ് എന്താ സംഭവിക്കുന്നത്? അപ്പോൾ ഇലക്ട്രിക്കൽ എനർജിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജിയായി മാറുന്നുണ്ട്. അയൺ ബോക്സ് സംഭവിക്കുന്നത് ഇലക്ട്രിക്കൽ എനർജി ഹീറ്റ് എനർജിയാണ് കേട്ടോ. ഇലക്ട്രിക് എനർജി ഹീറ്റ് എനർജി, അതായത് വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറും. ഓക്കെ, കൊള്ളാം. അടുത്ത് ആറാമതായിട്ട് ലൗഡ് സ്പീക്കർ എന്താ സംഭവിക്കുന്നത്? ലൗഡ് സ്പീക്കറിൽ ഇലക്ട്രിക്കൽ എനർജി എന്തായി മാറുന്നു? ശബ്ദോർജ്ജമായി മാറുന്നു, സൗണ്ട് എനർജിയായി മാറുന്നു. അതായത് ഇലക്ട്രിക് എനർജി വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറും. ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറും. ഓക്കെ, കൊള്ളാം. എങ്കിൽ മൈക്രോഫോൺ പറഞ്ഞു. മൈക്രോഫോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്ക്, നമ്മൾ സംസാരിക്കുന്ന മൈക്ക്. അവിടെ സൗണ്ട് എനർജി എന്തായിട്ട് മാറും? സൗണ്ട് എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും.
മനസ്സിലായില്ലേ? നമ്മൾ സംസാരിക്കുന്ന ശബ്ദം അത് ആ ശബ്ദോർജ്ജത്തെ ആ മൈക്രോഫോൺ സ്വീകരിച്ചിട്ട് അതെന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇത് രണ്ടും അങ്ങോട്ട് മാറിപ്പോകരുത്. ഓക്കെ, ലൗഡ് സ്പീക്കറിൽ സംഭവിക്കും. ലൗഡ് സ്പീക്കർ എന്ന് വെച്ചാൽ നമ്മൾ ഈ പാട്ടൊക്കെ കേൾക്കുന്ന സ്പീക്കർ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിൽ സ്പീക്കർ ഉണ്ട്, നിങ്ങളുടെ ഫോണിൽ തന്നെ മൈക്രോഫോൺ ഉണ്ട്. ഓക്കെ, അല്ലാതെ സ്പീക്കർ നിങ്ങൾക്ക് അറിയാം. ഈ സ്പീക്കറിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി വന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഇലക്ട്രിക്കൽ എനർജി വന്നിട്ട് സൗണ്ട് എനർജി ആയിട്ട് മാറും. അതായത് വൈദ്യുതോർജ്ജം വന്നിട്ട് ശബ്ദോർജ്ജമായി മാറും. എന്നാൽ മൈക്രോഫോണിൽ എന്താ സംഭവിക്കുന്നത്? മൈക്രോഫോണിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് സൗണ്ട് എനർജിയെ എന്തായിട്ട് അബ്സോർവ് ചെയ്യും? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് അബ്സോർവ് ചെയ്യും. ഓക്കെ, കൊള്ളാം. അടുത്ത് ബുദ്ധി ഉണ്ടെങ്കിൽ പറയണേ, ശ്രദ്ധിച്ച് പറയണേ. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ബൾബ് പറ. ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ബൾബ്, ഇലക്ട്രിക് ബൾബ്. ഞാൻ പറഞ്ഞു യൂസ് ചെയ്യണം, ബുദ്ധി യൂസ് ചെയ്യണം. ഇലക്ട്രിക്കൽ എനർജി എന്തൊക്കെയായി മാറും? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് മാത്രമാണോ ഉണ്ടാവുന്നേ? ഇലക്ട്രിക്കൽ എനർജി ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായി മാറും. ഓക്കെ, അതായത് വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറും. അതായത് ഇലക്ട്രിക് ബൾബ് കത്തുന്ന സമയത്ത് നമുക്കൊരു ചൂട് ഫീൽ ചെയ്യത്തില്ലടാ. ചൂട് ഫീൽ ചെയ്യും. അതായത് പ്രകാശമുണ്ട് ചൂടുമുണ്ട്, പ്രകാശമുണ്ട് ചൂടുമുണ്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത് 9ാമത്തത് സോളാർ സെല്ല് പറ. സോളാർ സെല്ല്, സോളാറില് സോളാറിൽ എന്ന് വെച്ചാൽ നമ്മുടെ സൗരോർജം, അതായത് പ്രകാശോർജം നമ്മൾ എന്തായി മാറും? ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറും. ലൈറ്റ് എനർജി ഇലക്ട്രിക്കൽ എനർജിയായി മാറും. അതായത് എന്താണ്? പ്രകാശോർജം വൈദ്യുതോർജമായി മാറും. പ്രകാശോർജം വൈദ്യുതോർജമായി മാറും. ഓക്കെ, 10ാമത്തത് വീണ്ടും ബുദ്ധി യൂസ് ചെയ്യുന്ന സമയമായിരിക്കുകയാണ് പിള്ളേരെ. മെഴുകുതിരി, വെറും മെഴുകുതിരിയല്ല, കത്തുന്ന മെഴുകുതിരി. കാൻഡിൽ. മെഴുകുതിരിയിൽ എന്ത് സംഭവിക്കുന്നു? പറ, മെഴുകുതിരിയിൽ എന്ത് സംഭവിക്കുന്നു? മെഴുകുതിരിയിൽ സംഭവിക്കുന്നത് കെമിക്കൽ എനർജി എന്തൊക്കെയായി മാറും? ലൈറ്റ് എനർജിയും ഹീറ്റ് എനർജിയുമായി മാറും. മനസ്സിലായ? കെമിക്കൽ എനർജി അതായത് രാസോർജം താപോർജവും പ്രകാശോർജവുമായി മാറും. രാസോർജം താപോർജവും പ്രകാശോർജവുമായിട്ട് ഏതിന് മാറും പിള്ളേരെ? ഏതിന് മാറും? മെഴുകുതിരിയിൽ മാറും. ഓക്കെ, ശരി. വീണ്ടും നിങ്ങൾക്ക് ബുദ്ധി യൂസ് ചെയ്യേണ്ട സമയമാണ്. ആവി യന്ത്രം പറയടാ. ആവി യന്ത്രത്തിൽ എന്താ സംഭവിക്കുന്നത്? ആവി യന്ത്രം ആവി യന്ത്രത്തിൽ സംഭവിക്കുന്നത് പിള്ളേരെ ഹീറ്റ് എനർജി എന്തായിട്ട് മാറും? ഹീറ്റ് എനർജി ആവി യന്ത്രത്തിൽ ഹീറ്റ് എനർജി എന്തായിട്ട് മാറും? ഇലക്ട്രിക്കൽ ആയിട്ടാണോ മാറുന്നേ? പിള്ളേരെ ഹീറ്റ് എനർജി മെക്കാനിക്കൽ എനർജി ആയിട്ട് മാറും. മനസ്സിലായില്ലേ? ആവി യന്ത്രം ഇതൊക്കെ ശ്രദ്ധിച്ചോണം. ഇങ്ങനെ വെറൈറ്റി സാധനം ശ്രദ്ധിച്ചോണം കേട്ടാ. ആവി യന്ത്രത്തിൽ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അതായത് താപോർജം യാന്ത്രികോർജമായി മാറും. താപോർജം എന്തായി മാറും? യാന്ത്രികോർജമായി മാറും. താപോർജം യാന്ത്രികോർജമായി മാറും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, പിന്നെ നമുക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം. ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണ സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഫോട്ടോസിന്തസിസ് സമയത്ത് പിള്ളേരെ പ്രകാശോർജം അതായത് ലൈറ്റ് എനർജി എന്തായി മാറും? ലൈറ്റ് എനർജി രാസോർജമായി മാറും. അതായത് പ്രകാശോർജം രാസോർജമായി മാറും. അതായത് കെമിക്കൽ എനർജിയായി മാറും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 12 നമുക്ക് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കാം. എഴുതാനുള്ളതൊക്കെ എഴുതി എടുത്തോണേ പിള്ളേരെ. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊബൈൽ ചാർജ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഊർജ്ജമാറ്റം. മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ എന്തായി സംഭവിക്കുന്നത്? വൈദ്യുതോർജ്ജം രാസോർജമായി മാറും അല്ലെ? വൈദ്യുതോർജ്ജം രാസോർജമായി മാറിയിട്ടാണ് ഈ മൊബൈലിൽ എന്ത് ചെയ്യുന്നത്? ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ബാറ്ററിയുടെ പ്രവർത്തനം ചോദിക്കുകയാണെങ്കിൽ എന്താണ്? രാസോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത് ഡൈനാമോ. നമ്മൾ ഡൈനാമോയില് യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. ഓക്കെ, അടുത്ത ജനറേറ്ററിലും ഇതേ സെയിം പ്രവർത്തനമാണ്. യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു. അടുത്ത ഫാനിൽ സംഭവിക്കുന്നത് എന്താണ്? ഫാനിൽ സംഭവിക്കുന്നത് എന്താണ്ടാ? വൈദ്യുതോർജം
യാന്ത്രികോർജമായി മാറും. വൈദ്യോർജം യാന്ത്രികോർജമായി മാറും. വൈദ്യോർജം യാന്ത്രികോർജമായി മാറും. ഓക്കെ. കാറ്റൊരു ഊർജ രൂപമാണോ? കാറ്റ് ഊർജ രൂപമാണോ? കാറ്റ് ഊർജമാണോ? കാറ്റിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റുമെന്നാണോ പറയുന്നത്? കാറ്റ് ഊർജ രൂപമാണോ? നമ്മൾ ഫാനിൽ നിന്ന് കാറ്റ് കിട്ടത്തില്ലേ? കാറ്റിൽ നിന്ന് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റും. കാറ്റിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തിരമാലയിൽ നിന്ന് നമുക്ക് എനർജി ഉണ്ടാക്കാൻ പറ്റും. മനസ്സിലായ? ഓക്കെ. അതുപോലെ വെള്ളത്തിൽ നിന്ന് നമുക്ക് ഊർജ്ജം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണ്. ഇവിടെ അയൺ ബോക്സ് പറഞ്ഞു. അയൺ ബോക്സ് എന്താ? അയൺ ബോക്സ് വൈദ്യുതോർജം താപോർജമായി മാറുന്നു അല്ലെ? വൈദ്യുതോർജം താപോർജമായി മാറുന്നു. ഓക്കെ. അതുപോലെ തന്നെ എന്താ നമ്മൾ പറയുന്നത്? ലൗഡ് സ്പീക്കറിൽ വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു. മൈക്രോഫോണില് കോൾ എടുത്തിട്ട് വാ. മൈക്രോഫോണില് ശബ്ദോർജം വൈദ്യുതോർജമായി മാറുന്നു. ഓക്കെ. അടുത്ത ഇലക്ട്രിക് ബൾബില് വൈദ്യുതോർജം പ്രകാശോർജവും താപോർജവുമായി മാറുന്നു. ഓക്കെ. അടുത്ത സോളാറില് പ്രകാശോർജം എന്തായി മാറുന്നു? സോളാറില് പ്രകാശോർജം വൈദ്യോർജമായി മാറുന്നു. കത്തുന്ന മെഴുകുതിരിയില് രാസോർജം താപോർജവും പ്രകാശോർജവുമായി മാറുന്നു. ഓക്കെ. അടുത്ത ആവിയന്ത്രത്തില് ശ്രദ്ധിക്കേണ്ടത് ആവിയന്ത്രമാണ്. എന്താണ് ആവിയന്ത്രം? താപോർജം എന്തായി മാറുന്നു പിള്ളേരെ? താപോർജം യാന്ത്രികോർജമായി മാറുന്നു. അടുത്ത് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശോർജം രാസോർജമായി മാറുന്നു. ഓക്കെ. നമുക്ക് കഴിഞ്ഞ LGS ചോദിച്ചൊരു ചോദ്യമാണ്, പദാർത്ഥങ്ങളിൽ ഊർജം സംഭരിച്ചിരിക്കുന്ന ഏത് രൂപത്തിലാ? അത് കെമിക്കൽ എനർജി രൂപത്തിലാണ്. അതായത് രാസോർജത്തിന്റെ രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഊർജം സംഭരിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തതാണ് ചോദ്യം. വേഗതയെ സംബന്ധിച്ച് ശരിയല്ലാത്ത സമവാക്യം കണ്ടുപിടി. ഓക്കെ പിള്ളേരെ, വേഗതയെ സംബന്ധിച്ച് സമവാക്യമാണ്. അതായത് നമ്മൾ ഇങ്ങനെ ഒരു സാധനം പഠിച്ചിട്ടുണ്ട് അല്ലെ? D/TS എന്നുള്ള സാധനം. അത് നമ്മളൊരു ത്രികോണം പഠിച്ചിട്ടൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് എന്താണ്? ഡിസ്റ്റൻസ് D എന്ന ഡിസ്റ്റൻസ്, T എന്ന് വെച്ചാൽ ടൈം, S എന്ന സ്പീഡ്. പിന്നെ നമ്മൾ ഇതിൽ ഓരോന്ന് കണ്ടുപിടിക്കാനായിട്ട് ഓരോന്നിനെ മറച്ചു പിടിച്ചാൽ മതി. ഓക്കെ. നമുക്ക് ഇനിയിപ്പം ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കാനുള്ള D അങ്ങ് മറച്ചു പിടിക്കണം. ഓക്കെ. D മറച്ചു അപ്പൊ T ഇൻറ്റു എസ് അല്ലേ? അതായത് ദൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേഗത ഇൻറ്റു സമയം. നാടപ്പുണ്ട്. ശരിയാണ്. അടുത്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം ആണെങ്കിൽ നമ്മൾ ടൈം അങ്ങ് മറച്ചു പിടിച്ചാൽ മതി. അപ്പൊ എന്താണ്ടാ ടൈം കണ്ടുപിടിക്കാനായിട്ട് D/S, സമയം കണ്ടുപിടിക്കാൻ ദൂരം ബൈ വേഗത. അതാടപ്പുണ്ട്. ദൂരം ബൈ വേഗത. ഓക്കെ, അതും ശരിയാണ്. അടുത്ത നമുക്ക് S ആണ് കണ്ടുപിടിക്കാനുള്ളതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വളരെ? S അങ്ങ് മറച്ചു പിടിക്കണം. അപ്പൊ S നമ്മൾ മറച്ചു പിടിച്ചു. അപ്പം D/T, അതായത് B ആണ്. അതായത് C ആണ് തെറ്റായിട്ടുള്ളത് അല്ലെ? C ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അതായത് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടൈം ഇൻറ്റു സ്പീഡാണ്. അതുപോലെ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. ഓക്കെ. അതുപോലെ സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് കേട്ടോ. ഓക്കെ. ഈ D/TS എന്ന് പറയുന്ന സാധനം ഒന്ന് നോക്കിക്കോണേ, ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ക്ലിയർ ആണ്. നിങ്ങൾക്ക് മാത്സിലും നിങ്ങൾക്ക് ഈ പറയുന്ന സാധനം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും. ഓക്കെ. അപ്പൊ കൺഫ്യൂഷൻ ഇല്ലല്ലോ. നിങ്ങൾ ഇങ്ങനെ എഴുതിയിട്ട് ഏതാണ് കണ്ടുപിടിക്കാനുള്ളത് അത് മറച്ചാൽ മതി കേട്ടോ. അത് കൈകൊണ്ട് മറച്ചാൽ മതി. ഓക്കെ. അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താണെന്നാണ് ചോദ്യം. പ്രവൃത്തിയുടെ യൂണിറ്റ് എന്താ പറയുക? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂൾ ആണല്ലേ? പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂളാണ്. ഓക്കെ, ശരി. അങ്ങനെയാണെങ്കിൽ കുറച്ച് യൂണിറ്റുകൾ എന്ന് പറഞ്ഞേടാ. ഓക്കെ. ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? ഊർജത്തിന്റെ യൂണിറ്റ് എന്താ? പിള്ളേരെ, പ്രവൃത്തിയുടെ മാത്രമല്ല ഊർജത്തിന്റെയും യൂണിറ്റ് എന്ത് തന്നെയാണ്? ഊർജത്തിന്റെ യൂണിറ്റും ജൂളാണ് കേട്ടോ. ഊർജത്തിന്റെ യൂണിറ്റും എന്താണ്? ജൂളാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. പവറിന്റെ യൂണിറ്റ് പറയടാ.
പവറിന്റെ യൂണിറ്റ്. നമ്മൾ പവറിന്റെ യൂണിറ്റ് വാട്ട് എന്നാണ്. നമ്മൾ വാട്ടേ പവർ എന്ന് പറയത്തില്ലേ? വാട്ടേ പവർ, വാട്ടേ പവർ എന്ന് പറയും അല്ലേ? പവറിന്റെ യൂണിറ്റ് വാട്ടാണ് കേട്ടോ. പവറിന്റെ യൂണിറ്റ് വാട്ടാണ്. ഓക്കെ, നമ്മൾ പറയത്തില്ല വാട്ടേ പവർ എന്ന് പറയത്തില്ല. വാട്ടേ പവർ ഏതെങ്കിലും ചേട്ടന്മാരൊക്കെ പണ്ട് നമ്മളിങ്ങനെ വടം വലിക്കാതെ കാണാൻ പോകുമ്പോൾ ആ ചേട്ടൻ നിന്ന് വലിക്കണമെന്ന് പറയും. ആ ചേട്ടന്റെ വാട്ടേ പവർ. ഓക്കെ, അല്ല നമ്മളൊക്കെ പണ്ട് വടം വലിക്കാൻ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടാ. ക്ലിയർ ആണ്. ചെറിയൊരു സെൽഫ് പ്രൊമോഷൻ. ക്ലിയർ ആണല്ലോ. അപ്പൊ പവർ വളരെ വാട്ടെന്നാണ് കേട്ടാ. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടെന്നാണ്, ഓർത്ത് വെച്ച് വേണം. ഓക്കെ, ഇനി നിങ്ങൾ പറയേണ്ടത് വൈദ്യുത ചാർജ്. വൈദ്യുത ചാർജ്, വൈദ്യുത ചാർജ് ഒന്ന് പറഞ്ഞ. വൈദ്യുത ചാർജ്, അപ്പോൾ വൈദ്യുത ചാർജ് കൂളംബാണ് അല്ലേ? കൂളം. കൂളോം എന്ന് പറയുന്നത് നമ്മള് COULULO ആണ്, LOMB. ഓക്കെ, ആ ബിയും കൂടെ ഉണ്ട് കേട്ടാ. COULOMB. നമ്മളെന്നെ കൂളോം എന്ന് പറയണം. കൂളോം എന്ന് പറയും. ഓക്കെ, കൂളോ എന്ന് പറയും. നമ്മളെ കൂട്ടുകാരന്മാർ ഇങ്ങനെ ചാർജ് ആയിട്ട് അടി ഉണ്ടാക്കാൻ പോകുമ്പോൾ എന്ന് പറയും, നിന്ന് കൂളായേ പ്രശ്നം ഉണ്ടാക്കുന്ന കൂളായേ എന്ന് പറയും അല്ലേ? ഓക്കെ, ഞാൻ ഇന്ന് അവിടെ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് പോണ സമയത്ത് നീ ഇന്ന് കൂളായി ചാർജ് കയറി പോണ സമയത്ത് ഒന്ന് കൂളാൻ പറഞ്ഞ് പറഞ്ഞാൽ മതി കേട്ടാ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി, ഇനി അടുത്ത് വളരെ ഓക്കെ. ഇനി അടുത്ത് നിങ്ങൾ പറയേണ്ടത് മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറയാം. മർദ്ദം. മർദ്ദത്തിന്റെ യൂണിറ്റ് പാസ്കൽ ആണ് കേട്ടോ. പാസ്കൽ ആണ് മർദ്ദത്തിന്റെ യൂണിറ്റ്. മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാസ്കൽ ആണ് അല്ലെ? മർദ്ദത്തിന്റെ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പാസ്കൽ ആണ്. ഓക്കെ, ഇനി നമുക്ക് SI യൂണിറ്റുകൾ ഒന്ന് നോക്കാം. SI യൂണിറ്റുകൾ നോക്കാം. ഓക്കെ, നീളത്തിന്റെ SI യൂണിറ്റ്. നമുക്ക് 7 കാര്യങ്ങളിലാണ് നമ്മൾ SI യൂണിറ്റ് പഠിക്കേണ്ടത്. നീളത്തിന്റെ SI യൂണിറ്റ്. നീളത്തിന്റെ SI യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ ആണ്. മീറ്റർ ക്യാപിറ്റൽ, സ്മോൾ ലെറ്റർ ആണ്. മീറ്റർ സ്മോൾ ലെറ്റർ ആണ് എഴുതേണ്ടത്. ഓക്കെ, മീറ്റർ. ഓക്കെ, മീറ്റർ ആണ് കേട്ടോ. അടുത്ത് മാസിന്റെ യൂണിറ്റ്. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ് മാസിന്റെ യൂണിറ്റ് കേട്ടോ. മാസിന്റെ യൂണിറ്റ് കിലോഗ്രാം ആണ്. ഓക്കെ, സമയത്തിന്റെ യൂണിറ്റ്. സമയത്തിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. ഇതൊന്നും ഒരു കുഴപ്പമില്ല. അടുത്ത വൈദ്യുത പ്രവാഹ തീവ്രത. വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് വളരെ ആംബെയർ. ആംബെയറിന്റെ വലുതാണോ ചെറുതാണ്? വലിയ എ ആണ് ആംബെയറിന്റെ പ്രതീകം. വൈദ്യുത പ്രവാഹ തീവ്രത ആംബെയർ. ഓക്കെ, താപനിലയുടെ SI യൂണിറ്റ് നമുക്ക് റീസെന്റ് ആയിട്ട് ചോദിച്ചതാ. താപനിലയുടെ SI യൂണിറ്റ് വളരെ കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ഓക്കെ, അടുത്ത് പദാർത്ഥത്തിന്റെ അളവ്. പദാർത്ഥത്തിന്റെ അളവ് മോൾ ആണ്. MOL, ചെറിയ മോൾ കേട്ടോ. സ്മോൾ ലെറ്റർ MOL. ഓക്കെ, അടുത്ത് പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനൻസ് ഇന്റൻസിറ്റി എന്ന് പറയും. പ്രകാശ തീവ്രത SI യൂണിറ്റ് ആണ് പിള്ളേരെ കാൻഡില. അല്ലെ നമ്മള് CD, സ്മോൾ ലെറ്റർ CD. ഓക്കെ, CD ആണ്. അപ്പൊ ഈ പറയുന്ന 7 കാര്യങ്ങൾക്കാണ് നമ്മൾ SI യൂണിറ്റ് എന്ന് പറയുന്നത്. അടിസ്ഥാന അളവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതോട്ടാണ്. നമുക്ക് അതും ചോദിക്കും. താഴെ പറയുന്നതിൽ അടിസ്ഥാന അളവ് ഏതൊക്കെയെന്ന് ചോദിക്കും. ഒന്നാമത്തെ അടിസ്ഥാന അളവ് നീളമാണ്. നീളത്തിന്റെ യൂണിറ്റ് മീറ്റർ എന്നാണ്. രണ്ടാമത്തത് മാസാണ്. മാസിൻ്റെത് കിലോഗ്രാം ആണ്. മൂന്നാമത് സമയമാണ്. സമയത്തിന്റെ സെക്കൻഡ് ആണ്. നാലാമത്തത് വൈദ്യുത പ്രവാഹമാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അല്ലെങ്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറയും. വൈദ്യുത പ്രവാഹ തീവ്രതയുടേത് ആംബിയർ ആണ്. അടുത്ത 5 താപനില കെൽവിൻ. 6 പദാർത്ഥത്തിന്റെ അളവ് മോള്. ഓക്കെ, മോള്. അടുത്ത പ്രകാശ തീവ്രത അല്ലെങ്കിൽ ലൂമിനസ് ഇന്റൻസിറ്റി എന്ന് പറയും. എന്താണ്? കാൻഡില. ഓക്കെ, അത് ഓർത്തൊന്നും കേട്ടോ, ഇതൊക്കെ ചോദിക്കും. ഇതൊക്കെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, മോളോട് പറഞ്ഞ ഓർമ്മയുണ്ടല്ലോടാ. മർദ്ദത്തിൻ്റെത് പാസ്കലാണ്. മർദ്ദം പാസ്കല്. ചാർജ് കൂളം. പവർ വാട്ട്. ഊർജം ജൂള്. അത് ഓർത്തോണേ. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്യടാ. മനുഷ്യന്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്?
ശരീര ഊഷ്മാവൊക്കെ നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. 37°C ആണ് നമ്മുടെ ശരീരത്തിന്റെ ഊഷ്മാവ് എന്ന് പറയുന്നത്. 37°C ആണ് കേട്ടോ. ആ, ഒരു ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം ഏതാണ്? പിള്ളേരെ, ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം. ഇത് നിങ്ങൾ പഠിച്ചോളൂ. ഇത് ഒരുപാട് റിപ്പീറ്റ് അടിച്ച് വന്നിട്ടുള്ളത്. അതായത് പവർ ഈസ് ഈക്വൽ ടു 1/ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. പവർ ഈസ് ഈക്വൽ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിള്ളേർ, ഇതൊക്കെ കാണാതെ പഠിച്ചു വെച്ചോണം. ഇവിടെ പവർ ഈസ് ഈക്വൽ ടു 1/ഫോക്കൽ ലെങ്ത് ആണ് കേട്ടോ. പവർ ഈസ് ഈക്വൽ ടു 1/ഫോക്കൽ ലെങ്ത് ആണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. പവർ ഈസ് ഈക്വൽ ടു 1/ഫോക്കൽ ലെങ്ത് ആണ് എന്തിന്റെ? ലെൻസിന്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിലുള്ള സമവാക്യം. ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താ? ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്താ? അപ്പോൾ ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് ഡയോപ്റ്റർ ആണ് കേട്ടോ. ഡയോപ്റ്റർ ആണ് ലെൻസിന്റെ പവറിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം, 1 കിലോഗ്രാം മാസ് ഉള്ള വസ്തുവിന്മേൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം. ഓക്കെ, 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? ഇത് ഒരു കണക്കിനുള്ള ചോദ്യമല്ല, ഇതൊരു സ്റ്റാറ്റിക് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ എന്ന് കേട്ട് കഴിഞ്ഞാല് 9.8 ന്യൂട്ടൺ ആണ്. ഇത് പഠിച്ചു വെച്ചിരിക്കുക, ഇത് നിങ്ങൾക്ക് ചോദിക്കും. മനസ്സിലായില്ലേ? 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കിലോഗ്രാം വെയിറ്റ് എത്ര ന്യൂട്ടൺ ആണ്? 9.8 ന്യൂട്ടൺ ആണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം കേട്ടോ. ഓക്കെ, മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ്? അവിടെ മഴവില്ലുണ്ടാകാൻ കാരണമായ പ്രകാശ പ്രതിഭാസം പ്രകീർണനമാണ്. ഇതൊക്കെ നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ളതാണ്. പ്രകീർണനം, പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്നതിന് പറയുന്ന പേരാണ് പ്രകീർണനം, അല്ലേ പിള്ളേരെ? അടുത്ത്, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണമായ ഇത് ഏത് ബലം എന്നാണ് ചോദ്യം. ഓക്കെ, ദ്രാവക ഉപരിതലത്തിലെ തന്മാത്രകളുടെ പ്രതല ബലത്തിന് കാരണമായത് ഏത് ബലം എന്നാണ് ചോദ്യം. പിള്ളേരെ ആൻസർ ഏതാ? ഓക്കെ, ആൻസർ വരുന്നത് കൊഹിഷൻ ബലമാണ്, അല്ലെ? കൊഹിഷൻ ബലം. ഓക്കെ, ഈ കൊഹിഷൻ ബലത്തിനും അഡിഷൻ ബലത്തിനും നിങ്ങൾക്കൊരു എക്സ്പ്ലനേഷൻ പറയാൻ നിങ്ങൾ എന്ത് പറയും? ഇതിൽ ഏതാണ് ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ളത്? പിള്ളേരെ, ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊഹിഷൻ ബലം, അല്ലേ? ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് കൊഹിഷൻ ബലം. ഒരേ ഇനം തന്മാത്ര തമ്മിലുള്ള ബലമാണ് ഏത്? കൊഹിഷൻ ബലം. ഇനി വ്യത്യസ്ത ഇനം തന്മാത്ര തമ്മിലുള്ള ബലമാണ് അഡിഷൻ ബലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാവുന്ന ഓർത്താൽ മതി, അല്ലേ? വ്യത്യസ്ത സ്വഭാവമുള്ള ആൾക്കാർ തമ്മിൽ അടി ഉണ്ടാവുന്ന ഓർത്താൽ മതി. ഓക്കെ, അപ്പം വ്യത്യസ്ത തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് അഡിഷൻ ബലം. ഒരേ ഇനം തന്മാത്രകൾ തമ്മിലുള്ള ബലമാണ് ഏത് പിള്ളേരെ? കൊഹിഷൻ ബലം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത്, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി. മാധ്യമ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യുന്ന രീതി വികിരണമാണ്. ഇതൊക്കെ നമ്മൾ മുമ്പോട്ടുള്ള ക്ലാസ്സിലൊക്കെ കുറെ തവണ ഞാൻ പറഞ്ഞതായതുകൊണ്ട് വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കളയുന്നില്ല. അതാ വന്നു മറ്റു ചോദ്യം. 2 സമതല ദർപ്പണങ്ങളുടെ ഒരു ജോഡി അരികുകൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഏത് കോണളവിൽ ക്രമീകരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പ്രതിബിംബം ലഭിക്കുക? അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്, 30 ഡിഗ്രി ആണ് കേട്ടോ. 30 ഡിഗ്രി. നമുക്ക് ഈ പ്രതിബിംബത്തിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇത് 7ാം ക്ലാസ് SCD-യിലുള്ളതാണ്. ഏതാണ് ഇക്വേഷൻ അറിയോ? ഏതോ ഇക്വേഷൻ? എണ്ണം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ ആണ് 360/n-1. ഓക്കെ, 360/n-1. ഓക്കെ, ഇവിടെ n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ പറയുക? n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോണളവാണ് കേട്ടാ. n എന്ന് പറഞ്ഞാൽ കോണളവാണ്. 360/n. ഇത് കണ്ട h പോലെ ഇരിക്കണേടാ, നമുക്കത് n ആക്കാം. n-1. ഓക്കെ, 360/n-1 ആണ്. 360/n-1 ആണ് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് പരീക്ഷ ചോദിച്ചത് എന്തായിരുന്നു? പരീക്ഷ ചോദിച്ചത് എത്ര പ്രതിബിംബം കിട്ടാനാണ്? പരീക്ഷ ചോദിച്ചത് 3 പ്രതിബിംബം കിട്ടും. അപ്പൊ നമുക്ക് എത്ര പ്രതിബിംബത്തിന് എണ്ണം നമുക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ? അപ്പൊ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ എണ്ണം നമുക്ക് എക്സ് എന്ന് എടുക്കാം. അപ്പൊ x = 360/n-1 ആണ്. അപ്പൊ നമുക്കിവിടെ 3 = 360/n-1. ഇങ്ങനെയാണ് ഇക്വേഷൻ. അപ്പൊ നമുക്ക് ഈ -1 നമുക്ക് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പോ +1 ആവും, അല്ലേ? അപ്പൊ 3 + 1 എന്ന് പറയുമ്പോൾ 360/n എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ 4 = 360/n.
അപ്പൊ നമ്മൾ എന്നിട്ട് ചെയ്യണം, ഇത് അങ്ങോട്ട് മാറ്റണം. അതായത് n ഈസ് ഈക്വൽ ടു 360/4 എത്ര കിട്ടും? 90 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പം ഈ ഒരു ഇക്വേഷനും മനസ്സിലായി, എങ്ങനെ ചെയ്ത് മനസ്സിലായല്ലോ പിള്ളേരെ? അതായത് ഇവിടുത്തെ -1 അപ്പുറത്ത് പോയപ്പോൾ +1 ആയി. അപ്പൊ നമുക്ക് 360/n എന്ന് കിട്ടി. അപ്പൊ 4 ഈസ് ഈക്വൽ ടു 360/n എന്ന് കിട്ടി. n കണ്ടുപിടിക്കാനായിട്ട് അങ്ങോട്ട് മാറിയ 360/4 എന്നായി. ഓക്കെ, അപ്പൊ 90 ഡിഗ്രി. സെൽഷ്യസ് ഒന്നും ഇല്ല, ഈ സെൽഷ്യസ് ഇടുന്നത് എനിക്ക് വയ്യ കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് തണുപ്പടിച്ചപ്പോൾ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിച്ചോളാം കേട്ടോ നിങ്ങൾ. ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞേക്ക് പോയി. ഓക്കെ, എന്നിട്ട് അതും കേട്ടോണ്ടിരിക്കാൻ കുറെ ഉണ്ടാവും. ഡിഗ്രി സെൽഷ്യസ്, അതെ, ഡിഗ്രി സെൽഷ്യസ്, അതെ. ഓക്കെ, അപ്പോൾ ഓക്കെ. അപ്പൊ ഈ ഇക്വേഷൻ, അതായത് പ്രതിബിംബങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 360/n - 1, 360/n - 1. ഓർത്തിരിക്കുക. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. അപ്പം നമ്മൾ ഈ 30 ഡിഗ്രി കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിബിംബം കിട്ടുന്നത്. ഏറ്റവും ചെറിയ അളവ് കൊടുക്കുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതിബിംബം കിട്ടുന്നത്. കേട്ടോ വളരെ. ഓക്കെ, ശരി. അടുത്ത ചോദ്യം. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ്. പ്രശസ്തമായ തത്വമാരുടേതാണ്? ആർക്കിമിഡീസ് തത്വമാണ്. ദ്രാവകത്തിൽ ഒരു വസ്തുവിന്റെ ഭാരനഷ്ടവും അത് ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരവും തുല്യമാണ് എന്ന പ്രശസ്തമായ തത്വമാരുടേതാണ്? ആർക്കിമിഡീസ്. ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ഐസ് ഉരുകി ജലമാകുമ്പോൾ അതിന്റെ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ ഐസ് ഉരുകി ജലമാകുമ്പോൾ വ്യാപ്തം കുറയുന്നു. മനസ്സിലായില്ലേ? വ്യാപ്തം കുറയുന്നു. ഇത് തന്നെ തിരിച്ചു ചോദിക്കേ പിള്ളേരെ. തിരിച്ചു ചോദിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ജലം ഐസാകുമ്പോൾ വ്യാപ്തത്തിന് എന്ത് സംഭവിക്കുന്നു? ജലം ഐസാകുമ്പോൾ വ്യാപ്തം കൂടും. മനസ്സിലായില്ലേ? ജലം ഐസാകുമ്പോൾ വ്യാപ്തം കൂടും. ഐസ് ജലമാകുമ്പോൾ വ്യാപ്തം കുറയും. അതുകൊണ്ട് ഐസ് ജലമാകുമ്പോൾ വ്യാപ്തം കുറയും. ഓക്കെ, അതും ഓർത്തിരിക്കുക. അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ഉത്തരം തിരഞ്ഞെടുക്കുക. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. ഓക്കെ, ഒന്ന് ചെയ്തേടാ. എല്ലാവരും കറണ്ട് പോയാ? ഇല്ല, ആലോചിക്കുകയായിരുന്നു. വളരെ ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്ന പ്രതിബിംബത്തെ കുറിച്ചാണ് സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഒരു കോൺവെക്സ്, ഇത് പണ്ട് സ്കൂളിൽ പഠിച്ചത്, ഇതൊക്കെ സ്കൂൾ ടെക്സ്റ്റിൽ നിന്നുള്ളതാണ്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും മിഥ്യാ പ്രതിബിംബം ആയിരിക്കത്തില്ലേടാ? ആയിരിക്കും. കോൺവെക്സ് ദർപ്പണത്തിൻ്റെത് മിഥ്യാ പ്രതിബിംബമായിരിക്കും. ഒരു കോൺവെക്സ് ദർപ്പണം രൂപീകരിക്കുന്നത് എപ്പോഴും വസ്തുവിനേക്കാൾ ചെറിയ പ്രതിബിംബമായിരിക്കും. അതും ശരിയാണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അതായത് രണ്ട് പ്രസ്താവനകളും ശരിയാണ് അല്ലേ? രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ, കോൺകേവ് ദർപ്പണം എങ്ങനെയാണ്? കോൺകേവ് ദർപ്പണത്തിന്റെ പ്രതിബിംബം എങ്ങനെയാണ്? കോൺകേവ് യഥാർത്ഥവും തലകീഴായതും അല്ലേ? യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. മനസ്സിലായില്ലേ? യഥാർത്ഥവും തലകീഴായതുമായിരിക്കും. ഓക്കെ, അപ്പൊ അത് ഓർത്ത് ദർപ്പണത്തിന്റെ ഇത് ഓർത്ത് വെച്ച് വേണം കേട്ടാ. മിഥ്യാ പ്രതിബിംബം, അതുപോലെ ചെറുത്, അതുപോലെ നിവർന്നത്. മിഥ്യാ പ്രതിബിംബം, ചെറുത്, നിവർന്നത്, ഇതൊക്കെ ഏതാണ്? കോൺവെക്സ് ആണ് കേട്ടോ, കോൺവെക്സ് ആണ്. യഥാർത്ഥവും തലകീഴായതും കോൺകേവ് ആണ്. മനസ്സിലായില്ലേ? യഥാർത്ഥവും തലകീഴായതും കോൺകേവ് ആണ്. ഓക്കെ, ഇനി അതുപോലെ നമ്മളെ സമതല ദർപ്പണത്തിന്റെ ഒന്ന് പഠിച്ചോണേ. സമതല ദർപ്പണത്തിന്റെ ഒന്ന് പറഞ്ഞേ. സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബം, സമതല ദർപ്പണത്തിന് ഉദാഹരണം പറഞ്ഞാണ്ട? സമതല ദർപ്പണത്തിന് ഉദാഹരണം പറഞ്ഞാണ് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടി ഒരു സമതല ദർപ്പണമാണ്. മുഖം നോക്കുന്ന കണ്ണാടി ഒരു സമതല ദർപ്പണമാണ് അല്ലേ? സമതല ദർപ്പണമാണ്. ഓക്കെ, സമതല ദർപ്പണത്തിന്റെ പ്രതിബിംബം എങ്ങനെയാണ്? അപ്പോഴേ നോക്കിക്കോണം, പ്രതിബിംബം മിഥ്യയായിരിക്കും. ആരുടെ യഥാർത്ഥം പറയാം? നിങ്ങൾ യഥാർത്ഥത്തിന്റെ രൂപമാണോ നിങ്ങൾ മുഖം നോക്കുന്ന കണ്ണാടിയിൽ കാണുന്നത്? നമ്മൾ ഓപ്പോസിറ്റ് അല്ലേ നമ്മൾ കാണാം. അപ്പൊ പ്രതിബിംബം മിഥ്യയായിരിക്കും. അത് ആലോചിച്ചാൽ പോരെ പിള്ളേരെ? പിന്നെ കണ്ണാടി കാണും കണക്കാണ് നമ്മളെങ്കിൽ നമ്മളാകുമ്പോ അടിപൊളിയാണ് അല്ലേ?
നമുക്ക് പലർക്കും നമ്മുടെ ഫോട്ടോ ഇഷ്ടപ്പെടാത്തതിന് കാരണം നമ്മൾ കണ്ണാടി കാണുന്നത് പോലെ അല്ല ആ ഫോട്ടോ എന്നുള്ളതാണ്. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ രൂപം കണ്ടിട്ടില്ല. മനസ്സിലായ? ഓക്കെ, നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും നമുക്ക് കാണാൻ പറ്റത്തില്ല. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുമോ? ഉദാഹരണത്തിന് നിങ്ങളെ മുതുഭാഗം നിങ്ങൾക്ക് ഇതിൽ നേരിട്ട് കാണാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, കാണാൻ പറ്റിയില്ല. നമ്മളെ സ്വന്തം അവയവമാണ്. മനസ്സിലായില്ലേ? അതുപോലെ നമ്മളെ ശരീരത്തിന്റെ ഒരു പല ഭാഗങ്ങളും നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ കണ്ണാടിയിൽ കാണുന്ന നമ്മുടെ യഥാർത്ഥ രൂപമല്ല. ഓക്കെ, മനസ്സിലാക്കുക. അപ്പൊ മിഥ്യയാണ് കേട്ടോ, മിഥ്യ. അടുത്ത് രണ്ടാമത്തത്, വസ്തുവിന്റെ അതേ വലിപ്പമായിരിക്കോ അതല്ലായിരിക്കോ? അവളുടെ വലിപ്പം സെയിം ആയിരിക്കും കേട്ടാ, വലിപ്പം സെയിം ആയിരിക്കും, തുല്യ വലിപ്പം. അതായത് വസ്തുവിന്റെ അതേ വലിപ്പം, അതേ വലിപ്പം, അതേ വലിപ്പം, വസ്തുവിന്റെ അതേ വലിപ്പം. മനസ്സിലായല്ലേ? വസ്തുവിന്റെ അതേ വലിപ്പം. അപ്പൊ ഓർത്തോണം, കോൺവെക്സിൽ ചെറുത്, കോൺകേവിൽ വലുത്, സമതല ദർപ്പണത്തിൽ സെയിം, സമതല ദർപ്പണത്തിൽ സെയിം. ഓക്കെ, ഇനി വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് നിങ്ങളെ പഠിച്ചോണേ പിള്ളേരെ. അതായത് ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും, ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും പ്രതിബിംബത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും. മനസ്സിലായ? ദർപ്പണത്തിൽ നിന്ന് വസ്തുവിലേക്കുള്ള അകലവും ദർപ്പണത്തിലേക്കുള്ള അകലവും തുല്യമായിരിക്കും. നിങ്ങളെ കണ്ണാടിയുടെ ഫ്രണ്ടിൽ പോയി നിൽക്കുകയാണെങ്കിൽ ആ ദർപ്പണവും കണ്ണാടിയും തമ്മിലുള്ള അകലവും പിന്നെ അതിലെ പ്രതിബിംബവും കണ്ണാടി തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഈ 3 പോയിന്റ് ഒന്ന് ഓർത്ത് വെച്ചോണേ പിള്ളേരെ. ഈ പറയുന്ന സമതല ദർപ്പണത്തില്, സമതല ദർപ്പണത്തിൽ ഉദാഹരണം നമ്മൾ പറഞ്ഞു. എന്താണ്? നമ്മളെ മുഖം നോക്കുന്ന കണ്ണാടി സമതല ദർപ്പണത്തിന് ഉദാഹരണമാണെന്ന് പറഞ്ഞു. അതിൽ രൂപം കൊള്ളുന്നത് മിഥ്യാ പ്രതിബിംബമാണെന്ന് പറഞ്ഞു. ഒരേ വലിപ്പമുള്ള പ്രതിബിംബമാണെന്ന് പറഞ്ഞു. ഒരേ വലിപ്പമുള്ള പ്രതിബിംബമാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്ടാ, വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും എന്തായിരിക്കും? തുല്യമായിരിക്കും. വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും തുല്യമായിരിക്കും. ഓക്കെ, മനസ്സിലായ? ശരി, അപ്പൊ നമ്മുടെ ചോദ്യം അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞതൊക്കെ ഒന്നുകൂടെ ഒന്ന് ഓർത്ത് വെച്ചോ പിള്ളേരെ. ഓക്കെ, അതായത് കോൺവെക്സ് ലെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഥ്യാ പ്രതിബിംബമായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ചെറുതായിരിക്കും. മനസ്സിലായ? ഇനി അതുപോലെ തന്നെ നിവർന്നതുമായിരിക്കും. കോൺകേവ് ആകുമ്പോഴ് യഥാർത്ഥ പ്രതിബിംബമായിരിക്കും, തലകീഴായതായിരിക്കും, എന്തായിരിക്കും? വലുതായിരിക്കും. കോൺകേവ് യഥാർത്ഥം, തലകീഴായത്. ഇനി അടുത്ത് ഈ പറയുന്ന സമതല ദർപ്പണമാകുമ്പോ എങ്ങനെയാണ്? വളരെ മിഥ്യാ പ്രതിബിംബമാണ്. അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞു? തുല്യ വലിപ്പമായിരിക്കും അല്ലേ? തുല്യ വലിപ്പമായിരിക്കും. മിഥ്യാ പ്രതിബിംബം, അതേ വലിപ്പം. പിന്നെ ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് മറക്കണ്ട, നമ്മുടെ ഈ കണ്ണാടിയിൽ നിന്ന് തുല്യ അകലമായിരിക്കും പ്രതിബിംബത്തിനും ഈ പറയുന്ന വസ്തുവിനും. ഓക്കെ, അടുത്ത ചോദ്യം, മണ്ണുമാന്തി യന്ത്രത്തിന്റെ പ്രവർത്തനത്തിൽ പ്രധാനമായി ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ശാസ്ത്രതത്വം ഏത്? ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാ. പാസ്കൽ നിയമം. പാസ്കൽ നിയമം. അടുത്ത ചോദ്യം, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവും? ദൂരം പകുതിയാക്കിയാൽ രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാവും പിള്ളേരെ? 4 മടങ്ങ്. ഇതങ്ങ് പഠിച്ചു വെച്ചോണേ. ദൂരം പകുതിയാക്കി, രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കി കഴിഞ്ഞാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം എത്ര മടങ്ങാകും? 4 മടങ്ങ്. നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം അല്ലേ? നമ്മുടെ പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലമാണ് ഗുരുത്വാകർഷണ ബലം എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. വസ്തുക്കൾ തമ്മിലുള്ള അകലം ദൂരം പകുതിയാക്കിയാൽ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാകും. 4 മടങ്ങ്. ഏറ്റവും ശക്തിയേറിയ ബലം ഏതാ? ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഏറ്റവും ശക്തിയേറിയ ബലം ന്യൂക്ലിയർ ഫോഴ്സ് ആണ്. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ശ്രദ്ധിച്ചെഴുതണം. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് പിള്ളേരെ? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഗുരുത്വ തരംഗങ്ങളുടെ അസ്തിത്വത്തെ കുറിച്ച് ആദ്യമായി പ്രവചിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൽബർട്ട് ഐൻസ്റ്റീൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. അടുത്ത ചോദ്യം ചെയ്തേ.
ഭൂഗുരുത്വ ത്വരണം ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ നകൾ ഏത്? പ്രസ്താവനകൾ ഏതെന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടാ. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശത്തിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്താണ്. ഒരു ആനയും ഉറുമ്പും നിർബാധം താഴേക്ക് പഴിക്കുമ്പോൾ ജിയുടെ മൂല്യം രണ്ടുപേർക്കും തുല്യമായിരിക്കും. ഓക്കെ, എന്ന് പെട്ടെന്ന് ഉത്തരം പറഞ്ഞാൽ വളരെ ഏതാ? എല്ലാം ശരിയാണ്. പക്ഷെ എല്ലാം ശരിയെന്ന് നമുക്കങ്ങനെ പോകാൻ പറ്റൂല. ഇതിലെ ഈ പോയിന്റുകൾ ജസ്റ്റ് ഒന്ന് പഠിച്ചോ. ഒന്നാമത്തെ പോയിന്റ് നോക്കിയടാ, ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു അല്ലെ. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. പഠിക്കുക, ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. ധ്രുവപ്രദേശങ്ങളിൽ ജിയുടെ മൂല്യം ഭൂമധ്യരേഖ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഭൂമധ്യരേഖ പ്രദേശത്ത് നമുക്ക് ഭാരം കൂടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഓക്കെ. അടുത്ത, ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്ന ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. അപ്പം ഈ രേഖയിൽ പോകുമ്പോൾ ഇത് കൂടുതലാണ്. ഞാൻ മറ്റേ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഭൂമധ്യരേഖ പോകുമ്പോൾ തണുപ്പായത് ധ്രുവപ്രദേശത്തിൽ പോകുമ്പോൾ സമയത്ത് നമുക്ക് തണുപ്പാണ്. അതുകൊണ്ട് നമ്മൾ സെറ്ററൊക്കെ ഇട്ട് നമ്മൾ തടിച്ചിരിക്കുക. അവിടെ കൂടുതലാണെന്ന് ഓർത്ത് വെച്ചോണം. അവിടെ കൂടുതൽ ഓർക്കുള്ള ഐഡിയയാണ്. ധ്രുവപ്രദേശത്ത് നിങ്ങൾ പോണ ആൾക്കാർ കണ്ടിട്ടുണ്ട്, അവിടെ നിങ്ങൾ വലുതായിട്ടില്ലേ കാണുന്ന അവർ വലിയ ഡ്രസ്സൊക്കെ ഇട്ട് ഒരുപാട് ഡ്രസ്സൊക്കെ ഇട്ട് ഇങ്ങനെ പെരുവിയാണ് ഇരിക്കുന്നത്. അപ്പം ധ്രുവപ്രദേശത്ത് കൂടുതൽ ജിയുടെ മൂല്യമായാലും ഭാരമായാലും അവിടെ കൂടുതലാണ്. ഭൂമധ്യരേഖ പ്രദേശത്ത് എന്തായിരിക്കും? അവിടെക്കാലം കുറവായിരിക്കും. ഓക്കെ, ക്ലിയർ ആണ്. ഭൂമധ്യരേഖ പ്രദേശത്താണ് കൂടുതൽ നീ മറക്കരുത് കേട്ടാ. ഇനി ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഓക്കെ, ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം രണ്ടുപേർക്കും തുല്യമാണ്. ആന ഇത്തിരി വലുതും പണ്ട് ജിയുടെ മൂല്യത്തിന് വ്യത്യാസമൊന്നും വരുന്നില്ല. ഓക്കെ, ശരി, തീരാറായി. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ആ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്ര? ഫോക്കസ് ദൂരം എത്ര? വളരെ ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ്. ഈ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. എന്നെയും കൂടെ തെറ്റിക്കാനായിട്ട് സെന്റിമീറ്ററിലെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫോക്കസ് ദൂരത്തിന്റെ ഇംഗ്ലീഷ് എന്താ? അല്ലെ ഇക്വേഷൻ എന്താ? വളരെ ഫോക്കസ് ദൂരം ഈസ് ഈക്വൽ ടു എഫ് ഈസ് ഈക്വൽ ടു r/2. r/2 എഫ് ഈസ് ഈക്വൽ ടു r/2. അതായത് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ r/2 ആണ്. അപ്പൊ നമുക്കിവിടെ 6 ഉണ്ടല്ലേ, വക്രത ആരമുണ്ട്. വക്രത ആരം 40 ആണ്. 40/2 ആകുമ്പോൾ 20. പക്ഷെ യൂണിറ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എനിക്കും തെറ്റിയതുണ്ടാ? ശ്രദ്ധിച്ചോണം ശ്രദ്ധിച്ചോണം. ഞാൻ നിങ്ങളുടെ കമന്റ് ചെറുപറ വന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കാൻ പോയില്ല. ഓക്കെ, അതാണ് വല്ലവന്റെ വാക്ക് കേട്ട് ഓരോ കുഴിക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പണിയാവുന്നുള്ളതിന്റെ ഉദാഹരണമാണിത്. ഓക്കെ. വളരെ അപ്പൊ അത് മറക്കണ്ട. ഈ ഇക്വേഷൻ ഞാൻ നേരത്തെ പവർ കണ്ടുപിടിക്കൽ ഇക്വേഷൻ പറഞ്ഞു അല്ലേ. P is equal to 1/f നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഈ F is equal to r/2 പഠിച്ചു വെച്ചോണേ. അതായത് R is equal to എന്താ? R is equal to 2f അല്ലേ. R is equal to 2f. ഓക്കെ, ഈ രണ്ട് ഇക്വേഷൻ ഓർത്ത് വെച്ചോണം. കാരണം ഈ പറഞ്ഞെല്ലാം എഴുതി വെച്ചോ പിള്ളേരെ. ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. നമ്മൾ ഇന്ന് കുറെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾക്ക് ആവശ്യമുണ്ട് എക്സാം ഹാളിൽ. എല്ലാം എഴുതിയെടുത്ത് പഠിച്ചുകൊണ്ട് പോകണം. ഓക്കെ, 20 സെന്റിമീറ്റർ. പ്രസ്താവനകളൊന്ന് വായിച്ചേടാ. പ്രസ്താവന വായിച്ചേ. പെട്ടെന്നായിക്കോട്ടെ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തെറ്റായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദ്യം. ഓക്കെ, ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ അതിൽ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്രവശമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും.
ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്നും ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ്. ഇതിൽ തെറ്റായ പ്രസ്താവന എന്നാണ് ചോദ്യം. വളരെ ഒന്ന് മാത്രമാണ് ആൻസർ. പറഞ്ഞുതരാം. ഓക്കെ, ഇങ്ങോട്ട് നോക്കിയോ. ഒന്നാമത്തെ പ്രസ്താവന ഇതാണ്. അതായത് ഒരു ദ്രാവകത്തിൽ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തുവിന്റെ സാന്ദ്രതയെ മാത്രം ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ഇപ്പൊ തന്നെ പഠിച്ചോണം അതെന്താണെന്ന്. പ്ലവക്ഷമ ബലം ആശ്രയിച്ചിരിക്കുന്നത് പ്ലവക്ഷമ ബലം ആശ്രയിച്ചിരിക്കുന്നത് ദ്രാവകത്തിന്റെ സാന്ദ്രതയാണ് കേട്ടോ. ദ്രാവകത്തിന്റെ സാന്ദ്രതയെയും വസ്തുവിന്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, ദ്രാവകത്തിന്റെ സാന്ദ്രതയെയും വസ്തുവിന്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അതായത് ഈ ക്വസ്റ്റ്യനിൽ തന്നെ ഉത്തരങ്ങളും ഉണ്ട്. നമുക്കത് അങ്ങോട്ടൊക്കെ പിന്നീട് വെട്ടിയെടുത്ത് ചെയ്യാനുള്ള ഒരു പറഞ്ഞുള്ള സമയമില്ല, ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ശരി. അപ്പൊ പിള്ളേരെ ഓക്കെ ആണ്. അപ്പൊ ഒന്നാമത്തെ തെറ്റാണ് കേട്ടോ. അപ്പൊ എന്തൊക്കെയാണെന്ന് മനസ്സിലായടാ? എന്താണ്? ദ്രാവകത്തിന്റെ സാന്ദ്രതയും വസ്തുവിന്റെ വ്യാപ്തത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലം വസ്തു ആദേശിച്ച് ചെയ്യുന്ന ദ്രാവത്തിന് ഭാരത്തിന് തുല്യമായിരിക്കും. പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്, പ്രീവിയസ് ആണ്. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്നും ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പൽ കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ്. ഓക്കെ, ഏതിനാ സാന്ദ്രത കൂടുതൽ? കടൽ ജലത്തിനാണോ ശുദ്ധജലത്തിനാണോ സാന്ദ്രത കൂടുതൽ? ഏതാണ് സാന്ദ്രത കൂടുതൽ? കടൽ ജലത്തിന് സാന്ദ്രത കൂടുതലാണ് അല്ലേ? കടൽ ജലത്തിന്. ഓക്കെ, പെട്ടെന്ന് ആയിക്കോട്ടെ. അടുത്ത ചോദ്യം. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. അതിൽ നിന്നും ശരിയായവ കണ്ടെത്തുക. ഞാൻ വായിച്ചിരുന്നു, നമുക്ക് സമയം കുറവാണ്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. ശരിയോ തെറ്റോ? LNG, ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ്. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായി ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. വളരെ ശരി. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ശരിയോ തെറ്റോ? പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. ശരിയോ തെറ്റോ? ശരിയാണ്. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്നത് ശരിയാണ്. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാൻ സാധിക്കും. ശരിയോ തെറ്റോ? അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകൾ വിതരണം ചെയ്യാൻ സാധിക്കും. ശരിയാണ്. ഓക്കെ, ഇതൊക്കെ എസ്റ്റിലുള്ളതാ. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. LNGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണോ? ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണോ? തെറ്റ്. LPGയിലെ പ്രധാന ഘടകമാണ് ബ്യൂട്ടൈൻ. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിലെ പ്രധാന ഘടകം എന്താണ്? ലിക്വിഫൈഡില് പിള്ളേർ ഏതാണ്? അത് മീഥൈൻ ആണ്. പിള്ളേർ LNGയിലെ പ്രധാന ഘടകം മീഥൈൻ ആണ്. LPGയിലെ പ്രധാന ഘടകം ബ്യൂട്ടൈൻ ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്. LPG എന്ന് പറഞ്ഞാൽ വീട്ടിലെ ബ്യൂട്ടികളായിട്ടുള്ള ബ്യൂട്ടികളായിട്ടുള്ള സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാധനമാണ് എന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. LPG ബ്യൂട്ടി, LPG ബ്യൂട്ടി, ബ്യൂട്ടൈൻ. ഓക്കെ, LNG ആകുമ്പോൾ മീഥൈൻ. ഓക്കെ, അപ്പൊ ആൻസർ 1, 2, 3 ഓപ്ഷൻ സി. അടുത്ത ചോദ്യം പെട്ടെന്നായിക്കോട്ടെ. താഴെ തന്നിരിക്കുന്നതിൽ ബ്രൗൺ എനർജി ഏതാണ്? പുനരുപയോഗിക്കാൻ കഴിയാത്തതാണ് ബ്രൗൺ എനർജി. ഏതാ ബ്രൗൺ എനർജി? ഈ പറയുന്നതിൽ ബ്രൗൺ എനർജി ന്യൂക്ലിയർ ഊർജ്ജമാണ് കേട്ടോ. ന്യൂക്ലിയർ എനർജിയാണ് ബ്രൗൺ എനർജി കേട്ടാ. ബ്രൗൺ എനർജി. ഓക്കെ, കൊള്ളാം. അടുത്ത ചോദ്യം പെട്ടെന്നായിക്കോട്ടെ. അൾട്രാവയലറ്റ് രശ്മികളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. തരംഗ ദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ വരെയാണ്. മനുഷ്യ ശരീരത്തിൽ മെലാനിൻ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകുന്നു. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നു. അൾട്രാവയലറ്റ് രശ്മികൾ കിട്ടിയില്ല പിള്ളേരെ. മനുഷ്യ ശരീരത്തിൽ മെലാനിൻ
തരംഗദൈർഘ്യം 400 നാനോമീറ്റർ മുതൽ 700 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ദൃശ്യപ്രകാശമാണ്. ദൃശ്യപ്രകാശം അത് തെറ്റ്. മെലാനിൻ ഉത്പാദിപ്പിക്കാൻ കാരണമാകുന്ന തെറ്റാണ്. വൈറ്റമിൻ ഡി എന്നാണെങ്കിൽ ശരിയാണ്. വൈറ്റമിൻ ഡി ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്നത് അൾട്രാവയലറ്റ് ആണ്. വൈറ്റമിൻ ഡി ആണെങ്കിൽ അൾട്രാവയലറ്റ് ആണ്. ഓക്കെ. ക്യാൻസർ സെല്ലുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയാണ്. ജലം ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്നത് ശരിയാണ്. അതായത് 3ഉം 4ഉം ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ. അടുത്ത് 48ാം ചോദ്യം. ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? ഫോക്കസ് ദൂരം 20 സെന്റിമീറ്റർ ഉള്ള കോൺവെക്സ് ലെൻസിന്റെ വക്രത ആരം എത്ര? വക്രത ആരം നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായാലും നമുക്ക് നേരത്തെ കണ്ടുപിടിക്കേണ്ടേ? നമ്മൾ നമ്മൾ ഇക്വേഷൻ പഠിച്ചു. F is equal to R/2 അല്ലേ? അല്ലെങ്കിൽ R is equal to 2F. ഓക്കെ, ഇത് പഠിച്ചില്ല. R is equal to 2F പഠിച്ചു. ഈ രണ്ട് ഇക്വേഷൻ ഞാൻ പറഞ്ഞില്ല, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്കിവിടെ F തന്നിട്ടുണ്ട്. F 20 ആണ്. അപ്പൊ R 2F ആണ്. 2F ആകുമ്പോൾ 20 സെന്റിമീറ്റർ ആകുമ്പോൾ എത്ര പിള്ളേരെ? 40 സെന്റിമീറ്റർ. 40 സെന്റിമീറ്റർ. ഇക്വേഷൻ പഠിച്ചോണം, ഇമ്പോർട്ടന്റ് ആണ്. ഇന്ന് പഠിച്ച ഇക്വേഷൻ എല്ലാം നിങ്ങൾ പഠിച്ചോണം. ഓക്കെ, ശരി. 2 ക്വസ്റ്റ്യനും കൂടെ ലെഫ്റ്റ് ആണോ ലെഫ്റ്റ് ആയിക്കോ. 10 കിലോഗ്രാം മാസുള്ള ഒരു വസ്തു 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ വസ്തുവിന്റെ ആക്കം എത്ര? അപ്പോഴേ ആക്കം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് അല്ലെ? മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. P is equal to മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. ഇവിടെ നമുക്ക് മാസ് 10 കിലോഗ്രാം തന്നിട്ടുണ്ട്. ഇവിടെ വെലോസിറ്റിയും തന്നിട്ടുണ്ട്. എത്രയാണ് പിള്ളേരെ? 5 മീറ്റർ പെർ സെക്കൻഡ് ആണ് വെലോസിറ്റി അല്ലെ? മാസ് ഇൻറ്റു വെലോസിറ്റി. P is equal to മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ആക്കം കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് 5 × 10 50 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, ലാസ്റ്റ് ചോദ്യം പെട്ടെന്ന് ചെയ്തു. പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുമപ്പും ചേരുമ്പോൾ കിട്ടുന്ന നിറം ഏതാണ്? പച്ചയും ചുവപ്പും ചേരുമ്പോൾ കിട്ടുന്നത് മഞ്ഞ. ഇതൊക്കെ ഞാൻ കുറെ തവണ പറഞ്ഞു തന്നിട്ടുണ്ട്. വീണ്ടും പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ? ശരി. ചുവപ്പും നീലയും ആണെങ്കിൽ മജന്ത, പച്ചയും നീലയും ആണെങ്കിൽ സയാൻ. ഓക്കെ, 25 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളോട് തുടങ്ങിയപ്പോ പറഞ്ഞു നിങ്ങൾ 20+ നിങ്ങൾ വാങ്ങണമെന്ന്. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് 25ഉം ശരിയാക്കിയവരുണ്ടോ? ഫിസിക്സ് കെമിസ്ട്രി വർക്കൗട്ടിൽ 25. മനലക്ഷ്മി, മനു ഓക്കെ 25 ശരിയാക്കിയിട്ടുണ്ട്. കൊള്ളാം. രജിലക്ക് 25 ഉണ്ടോ? ഓക്കെ, കൊള്ളാം. അടുത്ത് 24. രജില 3 25 24. പെട്ടെന്ന് കമന്റ് ചെയ്തിട്ട് പോവാം. പെട്ടെന്ന്. മെർലിൻ ജോർജ് 24 ഉണ്ട്. ദീപ്തി 24 ഉണ്ട്. ഓക്കെ, 23. അനീന 23, കീർത്തി 23, ആതിര 23, നിമിഷ 23, ശ്രുതി 23, ഷൈജിനി 23, ജോജു 23. ഓക്കെ, ശരി. ഞാനൊരു 19 കട്ട് ഓഫ് വിളിക്കണം. 6 എണ്ണം പൊക്കോട്ടെ. ഇനി 10 കട്ട് ഓഫ് കുറയ്ക്കാൻ പോവുകയാണ്. കട്ട് ഓഫ് ഒക്കെ കുറയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ മാക്സിമം ഞാൻ വിളിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം മാർക്ക് വാങ്ങണം. നമ്മൾ അടുത്ത മെയിൻസ് ആണെന്ന് പറഞ്ഞാൽ 10th ഫിലിംസ് ആണ്. 10th ഫിലിംസിലൊക്കെ നിങ്ങൾ ചെന്ന് കയറുമ്പോൾ 100 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 85-90 എങ്കിലും നിങ്ങൾ അടിക്കണം. ഓക്കെ, ശരി. അത് ബാക്കി അപ്ഡേറ്റ്സ് ഗ്രൂപ്പിൽ കാണാം. ബൈ, ടാറ്റാ.